ജീവനക്കാരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഭരണ നേട്ട സന്ദേശം അയച്ചതിൽ ഹൈക്കോടതിയിൽ സർക്കാരിന് വൻ തിരിച്ചടി. കൂടുതൽ സന്ദേശങ്ങൾ അയക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കോടതി വിലക്കേർപ്പെടുത്തി. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്ന് രൂക്ഷ വിമർശനം നടത്തിയ കോടതി ഇനി സന്ദേശങ്ങൾ അയക്കില്ല എന്ന് ഉറപ്പു നൽകണമെന്നും നിർദ്ദേശിച്ചു. നടപടിയെ സ്വാഗതം ചെയ്തും മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചും പ്രതിപക്ഷം രംഗത്തെത്തി. ജനങ്ങളുടെ മുമ്പിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, സാധാരണക്കാരന്റെ മുൻപിൽ മുഖമില്ലാതെ പോയ ഒരു മുഖ്യമന്ത്രി, ആ മുഖത്തിന് ഷേപ്പ് മാറ്റാൻ, ഒന്ന് നന്നാക്കിയെടുക്കാൻ, മുഖം മിനുക്കാൻ ഉപയോഗിച്ച ഒരു നാടകമായിരിക്കാം ഇത്. അതിന്റെ പേരിൽ പക്ഷേ സാധാരണക്കാരന്റെ ഡാറ്റ ഏജൻസികളിലേക്ക് കൊടുക്കാൻ, ജീവനക്കാരന്റെ ഡാറ്റ കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ്? കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരമായ അഴിമതിയായിട്ട് ഈ ഡാറ്റ ചോർച്ച മാറുകയാണ്. ചീഫ് മിനിസ്റ്റർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ. ഇന്ന് കോടതി വിധിയും കൂടെ വന്ന സാഹചര്യത്തിൽ ആ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് കേരളം വിളിക്കേണ്ടി വരുമോ? അതേസമയം നവകേരള സർവേയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ ആശ്വാസം. സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തുന്നതിൽ തെറ്റെന്താണെന്ന് കോടതിയുടെ ചോദ്യം. സ്റ്റേ പിൻവലിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഹൈക്കോടതി വിധി വളരെ കൃത്യമാണ്. അത് ഞങ്ങൾ ഹാജരായി ഞങ്ങൾ ആ സ്റ്റേ പിൻവലിപ്പിക്കും. നവകേരള സർവേ നടത്തുമ്പോൾ CPM സർക്കുലർ DYFIക്കാർക്കും പാർട്ടിക്കാരും വോളണ്ടിയർമാരാകണം. എന്നിട്ട് അവർക്ക് കാശ് കൊടുക്കുന്നവരാ? ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണം തുടർഭരണം ഉറപ്പാക്കണമെങ്കിൽ CPMന്റെ കയ്യിലിരിക്കുന്ന ഫണ്ട് വെച്ച് ചെലവാക്കിക്കോ. ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. കാരണം ഈ DA അനുവദിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടേതായ ഒരു സന്ദേശം സർക്കാർ ജീവനക്കാരടക്കമുള്ള ആളുകൾക്ക് ലഭ്യമായത്. അത് ഭരണ നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ഈ സർക്കാർ ആനുകൂല്യങ്ങളും ഒക്കെ ആയിരുന്നു അതിൽ പ്രതിപാദിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടി എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനം. അതിന് പിന്നാലെയാണ് തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ, അതായത് സ്പാർക്കിൽ നൽകിയിട്ടുള്ള തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് സെക്രട്ടേറിയറ്റ് ജീവനക്കാരടക്കമുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ ഈ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അത് ചോർച്ച നടത്തിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയായിരുന്ന ആ ഹർജിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പരിഗണിച്ചത്. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കോടതി ഉന്നയിച്ച ആദ്യത്തെ ചോദ്യം ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അല്ലേ എന്നുള്ളതായിരുന്നു. എവിടെ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ ആളുകളുടെയൊക്കെ നമ്പറും അവരുടെ വിശദാംശങ്ങളും ലഭിച്ചത്? നിലവിൽ ഇത്തരത്തിലൊരു മെസ്സേജ് അയക്കേണ്ട ഉദ്ദേശം എന്താണുള്ളത്? അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് അത് ഈ ആനുകൂല്യമുള്ളവർക്ക് മാത്രമാണ് അയച്ചത്, ഡാറ്റ ചോർന്നിട്ടില്ല, ഒരു പെർട്ടിക്കുലർ ആളുകൾക്ക് മാത്രം അയച്ചു എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം.